PC ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശങ്ങളില്ലെന്ന് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ. ഏതെങ്കിലും മതത്തെപ്പറ്റിയുള്ള പരാമർശം ഉണ്ടായിട്ടില്ല. ലഹരി ഉൾപ്പെടെയുള്ള വിഷയത്തിലെ സാധാരണക്കാരൻ്റെ വികാരമാണ് PCയുടേതെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ ഒപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് KCBC പറയുന്നത്? ജോർജിനെ പൂർണ്ണമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള മതവിദ്വേഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളോ PC ജോർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ച് അവർ എടുത്തു പറയുന്നുണ്ട്, ലഹരി അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. മാത്രമല്ല, അതിരൂപത അതിർത്തിക്കുള്ളിലുള്ള ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും അടങ്ങുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളെ വലയിലാക്കുകയും അത്തരത്തിൽ മതമാറ്റം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന നടപടിയെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത്. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല, അവയെ അവഹേളിക്കുകയും ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളെ അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വിഷയത്തെ ഈ ഒരു വിധം വളച്ചൊടിക്കുന്നതും അല്ലെങ്കിൽ വ്യതിചലിപ്പിക്കുന്നതും ചെയ്യുന്നത് ഈ ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെയും ലഹരി അക്രമങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമാണ്. ഈ വിഷയത്തെ ചർച്ചയുടെ ഗതി മാറ്റി വിടുന്നതിന്റെ തുല്യമാണ് പറയുന്നത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ PC ജോർജ് പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ ഇഷ്ടമില്ല ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ ഉണ്ടാകുന്നത് എന്ന് KCBCയുടെ മദ്യവിരുദ്ധ സമിതി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ PC ജോർജിനെതിരെ കേസെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. വിവിധ രീതിയിൽ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണ് ഇപ്പോൾ പരാതികളാണ് ഇതോടൊപ്പം തന്നെ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ KCBC കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കി PC ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.